മോനിഷ ഉണ്ണി. ആദ്യ സിനിമയിൽ തന്നെ തൻ്റെ പ്രതിഭ തെളിയിച്ച താരമായിരുന്നു മോനിഷ ഉണ്ണി. 1986 തൻ്റെ ആദ്യ ചലച്ചിത്രമായ നഖശതങ്ങളുടെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടുമ്പോൾ 15 വയസ്സ് മാത്രമായിരുന്നു മോനിഷയുടെ പ്രായം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ ബഹുമതി നേടിയത് മോനിഷയാണ്. മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും അഭിനയിച്ചിട്ടുണ്ട്. 1992 ഡിസംബർ 5 ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ച് ചേർത്തലയിൽ നിന്നും മുഹമ്മയ്ക്ക് പോകുകയായിരുന്ന KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയും തലച്ചോറിനുണ്ടായ പരിക്ക് മൂലം മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. അമ്മ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മരണസമയത്ത് വെറും 22 വയസ്സ് മാത്രമായിരുന്നു മോനിഷയുടെ പ്രായം. ജിഷ്ണു രാഘവൻ. ചലച്ചിത്ര നടനും സംവിധായകനുമായ രാഘവൻ്റെയും ശോഭയുടെയും മകനായാണ് ജിഷ്ണു ജനിച്ചത്. 1987 അച്ഛൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന സിനിമയിലാണ് ജിഷ്ണു ആദ്യമായി ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടത്. അത് ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 നവാഗതനായ സിദ്ധാർത്ഥ് ഭരതനൊപ്പം കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലെ നായകനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. നമ്മൾ വലിയ വാണിജ്യ വിജയമായി മാറി. പിന്നീട് നിരവധി ചിത്രങ്ങൾ, അതിൽ തന്നെ നായകനും വില്ലനായും സഹനടനായും അങ്ങനെ 20ഓളം ചിത്രങ്ങൾ. 2016 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിലെ നെഗറ്റീവ് റോളിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരുന്നു. 2014 ജിഷ്ണു ക്യാൻസർ ബാധിതനാണെന്ന് ആദ്യം കണ്ടെത്തുന്നത്. ഇത് പതിയെ ഭേദമാവുകയും പിന്നീട് 2015 വീണ്ടും രോഗം ബാധിക്കുകയും ചെയ്തു. 2016 മാർച്ച് 25 കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് 36-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. സൗന്ദര്യ. വ്യവസായിയും ചലച്ചിത്ര എഴുത്തുകാരനുമായ KS സത്യനാരായണ മകളായാണ് ബംഗളൂരുവിൽ സൗന്ദര്യ ജനിച്ചത്. 1992 പുറത്തിറങ്ങിയ ഗന്ധർവ എന്ന കന്നഡ ചിത്രമാണ് സൗന്ദര്യയുടെ ആദ്യ ചിത്രം. പിന്നീട് MBBS പഠനകാലത്ത് അമ്മൂരു എന്ന സിനിമയിൽ അഭിനയിക്കുകയും ആ സിനിമയുടെ വിജയത്തോടെ പഠിത്തം അവസാനിപ്പിക്കുകയും ചെയ്തു. ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ നായകനായി അഭിനയിച്ച സൂര്യവംശം എന്ന സിനിമയിൽ അഭിനയിച്ചത് വളരെയധികം ജനശ്രദ്ധ നേടി. അഭിനയം കൂടാതെ സൗന്ദര്യദീപ എന്ന ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. ഗിരീഷ് കാസർവള്ളി സംവിധാനം ചെയ്ത ഈ ചിത്രം ധാരാളം ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. സൗന്ദര്യയുടെ അവസാന ചിത്രം കന്നഡ ചിത്രമായ ആത്മമിത്രയായിരുന്നു. മലയാള ചിത്രമായ മണിച്ചിത്രത്താഴിൻ്റെ കന്നഡ റീമേക്കായിരുന്നു ഈ ചിത്രം. തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ പ്രധാന നായകന്മാരായ രവിചന്ദ്രൻ, വിഷ്ണുവർദ്ധൻ, രജനീകാന്ത്, ചിരഞ്ജീവി, കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എന്നിവരുടെ കൂടെ അഭിനയിച്ചത് കൂടാതെ ബോളിവുഡ് നടനായ അമിതാഭ് ബച്ചൻ്റെ കൂടെയും സൗന്ദര്യ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 2004 ഏപ്രിൽ 17 ബംഗളൂരുവിലുണ്ടായ ഒരു വിമാനാപകടത്തിൽ തൻ്റെ 32-ാം വയസ്സിൽ സൗന്ദര്യ മരണമടയുകയായിരുന്നു.